ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്വിംഗ് ട്രേഡർ കാണുകയാണ്. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും. നിഫ്റ്റി റിയാലിറ്റി സൂചികയിൽ ചില കമ്പനികൾക്ക് അവരുടെ ലാൻഡ് ബാങ്ക്, ബ്രാൻഡ് പ്രശസ്തി, നിർവഹണശേഷി, സാമ്പത്തിക ശക്തി എന്നിവ കാരണം ശക്തമായ മോട്ടുകളുണ്ട്. നിഫ്റ്റി റിയാലിറ്റി സൂചികയിലെ മോട്ടോർ സ്റ്റോക്കുകളിലേക്ക് ആഴത്തിലുള്ള ഒരു പഠനം ഇതാ. അവയുടെ ശക്തികൾ, ബലഹീനതകൾ, ദീർഘകാല സാധ്യതകൾ എന്നിവ ഉൾക്കൊള്ളുന്നു. 1. DLF ലിമിറ്റഡ്. മോട്ട് തരം, ലാൻഡ് ബാങ്ക് ആധിപത്യം, ബ്രാൻഡ് പ്രശസ്തി, വാണിജ്യ റിയൽ എസ്റ്റേറ്റ് നേതൃത്വം. പ്രധാന ശക്തികൾ: ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവുടമകളിൽ ഒരാൾ, പ്രത്യേകിച്ച് ഡൽഹി എൻസിആറിൽ റെസിഡൻഷ്യൽ, കൊമേഴ്സ്യൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ മുൻനിര ഡെവലപ്പർ. DLF സൈബർ സിറ്റിയിൽ നിന്നും മറ്റ് ഓഫീസ് സ്ഥലങ്ങളിൽ നിന്നുമുള്ള ശക്തമായ വാടക വരുമാനം. ആസ്തികൾ പാട്ടത്തിനെടുക്കുന്നതിനായി GIC, സിംഗപ്പൂരിന്റെ സോവറിൻ വെൽത്ത് ഫണ്ട് പോലുള്ള ആഗോള ഫണ്ടുകളുമായുള്ള സംയുക്ത സംരംഭങ്ങൾ. സമീപ വർഷങ്ങളിൽ കടം ഗണ്യമായി കുറച്ചതിനുശേഷം സോളിഡ് ബാലൻസ് ഷീറ്റ്. വെല്ലുവിളികൾ: മുൻകാല കോർപ്പറേറ്റ് ഭരണ പ്രശ്നങ്ങളും നിയന്ത്രണ തടസ്സങ്ങളും. എൻസിആർ വിപണിയെ ഉയർന്ന തോതിൽ ആശ്രയിക്കുന്നത് അത് പ്രാദേശിക മാന്ദ്യത്തിന് ഇരയാക്കുന്നു. ദീർഘകാല സാധ്യത: DLFന്റെ വാണിജ്യ ലീസിംഗ് ബിസിനസ് ദീർഘകാല പണമിടപാടുകൾക്ക് അനുകൂലമാണ്. പുതിയ ആഡംബര പദ്ധതികളിലേക്കുള്ള വ്യാപനം ലാഭം വർദ്ധിപ്പിക്കും. കടം കുറയ്ക്കുന്നതിലും സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു നല്ല സൂചനയാണ്. 2. ഫീനിക്സ് മിൽസ് ലിമിറ്റഡ്. മോട്ട് തരം, റീറ്റെയിൽ റിയൽ എസ്റ്റേറ്റ് ലീഡർ, പ്രീമിയം മാൾ ഉടമസ്ഥത, ദീർഘകാല വാടക വരുമാനം. പ്രധാന ശക്തികൾ: പ്രധാന മെട്രോ നഗരങ്ങളിൽ പ്രീമിയം ഷോപ്പിംഗ് മാളുകൾ സ്വന്തമാക്കി പ്രവർത്തിപ്പിക്കുന്നു. മുൻനിര റീറ്റെയിൽ ബ്രാൻഡുകളിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള വാടക വരുമാനം സ്ഥിരമായ പണമൊഴുക്ക് ഉറപ്പാക്കുന്നു. ശക്തമായ ബ്രാൻഡ് പ്രൂൾ കാരണം അതിന്റെ മാളുകളിൽ ഉയർന്ന ഓക്യുപ്പൻസി നിരക്കുകൾ. ടയർ 2 നഗരങ്ങളിലേക്ക് ആക്രമണാത്മകമായി വികസിക്കുന്നു, പുതിയ ഉപഭോക്തൃ ആവശ്യം പിടിച്ചെടുക്കുന്നു. വെല്ലുവിളികൾ: റീറ്റെയിൽ ഇടം ചാക്രികമാണ്, സാമ്പത്തിക മാന്ദ്യങ്ങൾ മാൾ വരുമാനത്തെ ബാധിച്ചേക്കാം. ഓൺലൈൻ ഷോപ്പിംഗ് വളർച്ച ഭൗതിക ചില്ലറ വിൽപ്പനയ്ക്ക് ദീർഘകാല ഭീഷണി ഉയർത്തിയേക്കാം. ദീർഘകാല സാധ്യത: മാളുകളിലെ വികാസവും മിക്സഡ് ഉപയോഗ വികസനങ്ങളും വാടക വളർച്ചയെ നയിക്കും. ഇന്ത്യയിലെ വളരുന്ന ഉപഭോഗകത പ്രീമിയം മാളുകളെയാണ് അനുകൂലിക്കുന്നത്. 3. മാക്രോടെക് ഡെവലപ്പേഴ്സ്, ലോധ. മോട്ട് തരം, ഉയർന്ന ബ്രാൻഡ് തിരിച്ചുവിളിക്കൽ, പ്രീമിയം ആൻഡ് ഇടത്തരം വരുമാന ഭവന ആധിപത്യം, ശക്തമായ പ്രീ സെയിൽസ് മോഡൽ. പ്രധാന ശക്തികൾ: മുംബൈ, പൂനെ, ബംഗളൂരു എന്നിവിടങ്ങളിൽ ശക്തമായ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ഡെവലപ്പർമാരിൽ ഒരാൾ. ലോധ വേൾഡ് ടവേഴ്സ്, ആഡംബര മേഖലകളിലും ലോധ അമര, താങ്ങാനാവുന്ന വിലയുള്ള വിഭാഗങ്ങളിലും ശക്തമായ ബ്രാൻഡ്. അമിതമായ ഭൂമി കൈവശം വയ്ക്കുന്നതിനുപകരം പ്രീ സെയിൽസിലും പങ്കാളിത്തത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ആസ്തി ലൈറ്റ് മോഡൽ പിന്തുടരുന്നു. ലണ്ടനിലെ പ്രധാന പദ്ധതികളുമായി യുകെ വിപണിയിൽ വളരുന്ന ശ്രദ്ധ. വെല്ലുവിളികൾ: ഉയർന്ന കടബാധ്യതകൾ. എന്നിരുന്നാലും കമ്പനി അവ കുറയ്ക്കുന്നതിൽ പ്രവർത്തിച്ചുവരികയാണ്. മുംബൈയുടെ അസ്ഥിരമായ റിയൽ എസ്റ്റേറ്റ് വിപണിയെ ആശ്രയിക്കൽ. ദീർഘകാല സാധ്യത: ഇന്ത്യയുടെ നഗരഭവന ആവശ്യകത ഇപ്പോഴും കുറവാണ്. ശക്തമായ നിർവഹണവും ബ്രാൻഡ് ഇമേജും ചെറിയ എതിരാളികളേക്കാൾ അതിന് മുൻതൂക്കം നൽകുന്നു. 4. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ടുകൾക്കിടങ്ങ് തരം, ദക്ഷിണേന്ത്യയിലെ ശക്തികേന്ദ്രം, റെസിഡൻഷ്യൽ, കൊമേഴ്സ്യൽ, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ വൈവിധ്യവൽക്കരിക്കപ്പെട്ടത്. പ്രധാന ശക്തികൾ: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആദരണീയമായ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരിൽ ഒരാൾ, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്. റെസിഡൻഷ്യൽ, ഓഫീസ് സ്പേസുകൾ, റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി എന്നിവയിലുടനീളം വൈവിധ്യമാർന്ന സാന്നിധ്യം. വാണിജ്യ പദ്ധതികൾക്കായി ബ്ലാക്ക്സ്റ്റോൺ, GIC, മറ്റ് ആഗോള നിക്ഷേപകർ എന്നിവരുമായി ശക്തമായ പങ്കാളിത്തം. മുംബൈയിലേക്ക് വികസിക്കുന്നത് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കാം. വെല്ലുവിളികൾ: ബംഗളൂരുവിലെ ബ്രിഗേഡ്, ശോഭ എന്നിവയിൽ നിന്നുള്ള മത്സരം നേരിടുന്നു. ലീസിംഗ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹോസ്പിറ്റാലിറ്റി വിഭാഗം, ഹോട്ടലുകൾ കൂടുതൽ അസ്ഥിരമാണ്. ദീർഘകാല സാധ്യത: ദക്ഷിണേന്ത്യ ഇപ്പോഴും അതിവേഗം വളരുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് വിപണിയാണ്. മുംബൈയിലേക്കും വാണിജ്യ റിയൽ എസ്റ്റേറ്റിലേക്കും പ്രസ്റ്റീജിന്റെ മുന്നേറ്റം ഭാവിയിലെ ലാഭം വർദ്ധിപ്പിക്കും. 5. ബ്രിഗേഡ് എന്റർപ്രൈസസ്. മോട്ട് തരം, ദക്ഷിണേന്ത്യയിലെ ശക്തമായ ബ്രാൻഡ്, ഓഫീസ്, റെസിഡൻഷ്യൽ, ഹോസ്പിറ്റാലിറ്റി എന്നിവയിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വരുമാനം. പ്രധാന ശക്തികൾ: ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കളിക്കാരിൽ ഒരാൾ. വാണിജ്യ പാട്ടത്തിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അസ്ഥിരമായ റെസിഡൻഷ്യൽ വിൽപ്പനയെ ആശ്രയിക്കുന്നത് കുറക്കുന്നു. ഹോട്ടലുകളിൽ നിന്നും റീറ്റെയിൽ ഇടങ്ങളിൽ നിന്നുമുള്ള വൈവിധ്യമാർന്ന വരുമാന പ്രവാഹം. IIT പാർക്കുകളിലും ഓഫീസ് സ്ഥലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ഥിരമായ ദീർഘകാല പണമൊഴുക്ക് ഉറപ്പാക്കുന്നു. വെല്ലുവിളികൾ: വാണിജ്യ പാട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് വളർച്ച മന്ദഗതിയിലാണ്. ഹോസ്പിറ്റാലിറ്റിയിലേക്കുള്ള ഉയർന്ന എക്സ്പോഷർ, അത് ചാക്രികമായിരിക്കാം. ദീർഘകാല സാധ്യത: ബംഗളൂരുവിന്റെ IIT മേഖലയുടെ വളർച്ച, എന്നാൽ ഓഫീസ് സ്ഥലങ്ങൾക്കായുള്ള തുടർച്ചയായ ഡിമാൻഡ് എന്നാണ്. ഓഫീസ് ലീസിംഗ് ബിസിനസ് സ്ഥിരമായ പണമൊഴുക്ക് നൽകും. ഇത് കൂടുതൽ പ്രതിരോധശേഷിയുള്ളതാക്കും. അന്തിമ ചിന്തകൾ: 5 കമ്പനികൾക്കും ശക്തമായ കായലുകളുണ്ട്, പക്ഷേ അവയുടെ ശക്തി വ്യത്യസ്ത മേഖലകളിലാണ്. DLF ആൻഡ് പ്രസ്റ്റീജ്, വാണിജ്യ, റെസിഡൻഷ്യൽ മിശ്രിതം, ശക്തമായ ലാൻഡ് ബാങ്ക്. ഫീനിക്സ് മിൽസ്, ശുദ്ധമായ റീറ്റെയിൽ കളി, സ്ഥിരമായ വാടക വരുമാനം. മാക്രോടെക്, ലോധ, ഉയർന്ന അളവിലുള്ള റെസിഡൻഷ്യൽ വിൽപ്പന, പ്രീമിയം ബ്രാൻഡ്. ബ്രിഗേഡ്, ID ഓഫീസ് സ്ഥലവും ഹോസ്പിറ്റാലിറ്റിയും, ദക്ഷിണേന്ത്യൻ ആധിപത്യം. നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കണമെങ്കിൽ കൂടി സീറോ ഡക്കയുടെ ലിങ്ക് ഞാൻ വിവരണത്തിൽ നൽകിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുറക്കാം. ഈ വീഡിയോയിലോ മുൻകാല അഭിപ്രായങ്ങളിലോ പരാമർശിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വിംഗ് ട്രേഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറിൽ ലഭ്യമാണ്.
ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതും വ്യാപാരം നടത്തുന്നതും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഞങ്ങൾ സെബി രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ നാസ്ഡാക്ക് രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ അല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ലാഭത്തിനോ നഷ്ടത്തിനോ സ്വിംഗ് ട്രേഡർ ഉത്തരവാദിയല്ല. ഈ ഉള്ളടക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവും അവബോധവുമാണ്. അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ലെന്നും നിയമപരമായ നടപടികൾക്ക് ബാധ്യസ്ഥരല്ലെന്നും നിങ്ങൾ സമ്മതിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.